അവന്തിക ഇപ്പോൾ ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. അവന്തിക, ഓഗസ്റ്റ് 1-ാം തീയതി ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ താങ്കളെ നേരിട്ട് ബന്ധപ്പെടുകയല്ല ചെയ്തത്. ഒരു ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള അരുണിമയാണ് ബന്ധപ്പെട്ടത്. ആ അരുണിമയായിരുന്നില്ലേ താങ്കളെ അന്ന് ഫോണിൽ കണക്ട് ചെയ്തത്? അതെ അതെ, കോൺഫറൻസ് കോളിൽ ഇട്ടത്. അത് താങ്കൾ, അതായത് ഞങ്ങളുടെ പ്രേക്ഷകർ, ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, അവന്തികയുടെ അനുമതിയില്ലാത്ത ഒന്നും ഞങ്ങൾ റെക്കോർഡ് ചെയ്യുകയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അത് ടെലികാസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരെ ഇപ്പോൾ ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഡാൻ കുര്യൻ എന്ന റിപ്പോർട്ടർ, ഞങ്ങൾ ന്യൂസ് 18 എന്ന വാർത്താ ചാനൽ, ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞു എന്നാണ് രാഹുൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, പ്രേക്ഷകർക്ക് ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയാണ്, ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ ആയിരുന്നോ അന്ന് നേരിട്ട് വിളിച്ചത്, അതെയോ അരുണിമ എന്ന ആക്ടിവിസ്റ്റ് ആയിരുന്നോ തന്നെ താങ്കളെ ബന്ധപ്പെടുത്തിയത്? എനിക്ക് അതൊരു കോൺഫറൻസ് കോളായിട്ടാണ് വന്നത്. അതിൽ അരുണിമ ഉണ്ടായിരുന്നു, ഈ റിപ്പോർട്ടറും ഉണ്ടായിരുന്നു. എനിക്ക് ഡയറക്റ്റ് അരുണിമയുടെ കോളാണ് എന്റെ ഫോണിലേക്ക് വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു കോൺഫറൻസിൽ ഇടുവാണെന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. ഒന്നാമത്തെ വാദം, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒന്നാമത്തെ വാദം എന്തായാലും ഇതോടുകൂടി പൊളിയുകയാണ്. ഡാൻ കുര്യൻ നേരിട്ട് അവന്തികയെ ബന്ധപ്പെടുകയായിരുന്നില്ല എന്ന് അവന്തിക തന്നെ സമ്മതിക്കുന്നുണ്ട്. ഡാൻ കുര്യനും ഞങ്ങളോടൊപ്പം തന്നെ തുടരുന്നുണ്ട്. ഡാനിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. അന്ന് അതെല്ലാം അവന്തിക നിഷേധിച്ചു. ഞങ്ങളുടെ റിപ്പോർട്ട് ചോദിച്ചത് ഏതെങ്കിലും തരത്തിൽ തിക്താനുഭവമുണ്ടോ, ജീവന് ഭീഷണിയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് അവന്തിക കടന്നു പോകുന്നത് എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ളതായിരുന്നില്ലേ ചോദ്യം? അതെ. ആ സമയത്ത് അവന്തിക അതെല്ലാം നിഷേധിച്ചു അല്ലേ? അതെ അതെ. അതെന്തുകൊണ്ടായിരുന്നു നിഷേധിച്ചത്? എനിക്ക് പേടി ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് പിന്നീട് അത് തുറന്നു പറയാനും തോന്നിയ സമയത്തും ഈ ന്യൂസ് 18 റിപ്പോർട്ടർ എടുത്താൽ ഞാൻ ആദ്യം തുറന്നു പറയുന്നതും. അവന്തിക, എൻ്റെ ചോദ്യങ്ങൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ? മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഒഴിഞ്ഞു മാറാം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് താങ്കളുമായി നടത്തിയ ഈ ശബ്ദം അല്ലെങ്കിൽ റെക്കോർഡഡ് വേർഷൻ ലഭിച്ചത് എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? അയാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു, അന്ന് റിപ്പോർട്ടർ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ റെക്കോർഡർ എനിക്ക് വേണമെന്ന് കേൾക്കാനാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എന്റെ ഭാഗത്തു നിന്നാണ് അയാൾക്ക് ഞാൻ അയച്ചു കൊടുത്തത്. അതായത് താങ്കൾ തന്നെയാണ് അയച്ചു കൊടുത്തത്. ഇപ്പോൾ രാഹുൽ എന്താണ് പറയുന്നത് എന്നറിയാമോ? അതായത് മോശമായിട്ടാണ് അവന്തികയോട് പെരുമാറിയത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് അവന്തികയ്ക്ക് ഈ ശബ്ദ സംപ്രേഷണം അടക്കം അല്ലെങ്കിൽ റെക്കോർഡഡ് വേർഷനൊക്കെ രാഹുലിന് അയച്ചു കൊടുക്കാൻ സാധിക്കുക എന്ന ന്യായമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ അയാളിപ്പോ പുറത്തു വിട്ടേക്കുന്ന ഞാൻ വാട്സാപ്പിൽ സംസാരിച്ചത് മാത്രമാണ്. അപ്പൊ അയാൾ എന്റെ ടെലഗ്രാമിൽ ഞാൻ സംസാരിച്ചത് എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? എന്തായിരുന്നു സംസാരിച്ചത് എന്ന് പറയാൻ പറ്റുന്നതാണോ? ടെലഗ്രാമിൽ ഞാൻ മുന്നേ സംസാരിച്ച പോലെ തന്നെയാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത്. മുന്നേ ഞാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ്. റേപ്പ് ചെയ്യണമെന്നും അവിടെ വരണമെന്നും ആവശ്യപ്പെട്ട വൾഗറായിട്ടുള്ള ലൈംഗിക ചുവയുള്ള സംസാരങ്ങളായിരുന്നു ടെലഗ്രാമിലൂടെ എന്നോട് സംസാരിച്ചിരുന്നത്. അവന്തിക ഇപ്പോഴും അടുത്ത സുഹൃത്താണ്. അങ്ങനെയുള്ളൊരു ആ സൗഹൃദത്തിന്റെ പുറത്തുള്ള സംഭാഷണങ്ങളാണ് അവന്തികയുമായി നടക്കുന്നത് എന്നാണ് രാഹുൽ അവകാശപ്പെടുന്നത്. അങ്ങനെ അടുത്ത സുഹൃത്താണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്നെ വിളിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് സംസാരിക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ലല്ലോ. അതായത് താങ്കളുടെ ഒരു കൺസേണും ഇല്ലാതെ റേപ്പ് ചെയ്യണം എന്ന്, റേപ്പിനാരും കൺസേൺ കൊടുക്കില്ല എന്നത് അങ്ങേയറ്റത്തെ വൈരുദ്ധ്യമാണ്. അതാ എനിക്ക് തോന്നിയത്, അയാളുടെ സംസാരത്തിൽ നിന്ന് അയാളുടെ ഒരു സെക്ഷൽ ഫാന്റസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് താങ്കളോട്. അതെ. ഞാൻ ഡാൻ കൂടിയുണ്ട്. ഡാനിനെ കൂടിയാണ് ഈ ഗൂഢാലോചനയുടെ ഭാഗമാക്കി രാഹുൽ മാങ്കൂട്ടത്തെ ചിത്രീകരിക്കുന്നത്. ഞങ്ങളതിൽ തുറന്ന് സുതാര്യമായി തന്നെ പ്രേക്ഷകരോട് ഇനിയും സംബന്ധിച്ചുകൊണ്ടേയിരിക്കും, അതിൽ തർക്കമില്ല. ഡാൻ, അവന്തിക, ഇത് ഗൂഢാലോചനയാണ്. നമ്മൾ ഓഗസ്റ്റ് 1 രാത്രിയിൽ നടത്തിയ സംഭാഷണം, അത് കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലുകൾ, അതിനിടയിൽ എന്തോ ഗൂഢാലോചന നടന്നിരിക്കുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് മുഴുവൻ ആവർത്തിച്ചിരിക്കുന്നത്. രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നു, അതിൽ ഞാനും താങ്കളുമടക്കം പങ്കാളികളാണ് എന്നാണ് രാഹുൽ പറയുന്നത്. എനിക്ക് നിയമപരമായ ഏത് വഴിയിലും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ, അത് രാഹുലിനെ പോലെ ആരോപണം വരും, അതുവഴി അങ്ങ് പൊക്കോളൂന്നല്ല, ഏത് നിയമവഴിയിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. അവന്തികയുടെ നിലപാട് എന്താണ് അക്കാര്യത്തിൽ? ഞാനും തയ്യാറാണ്. അങ്ങനെ ഗൂഢാലോചന ഉണ്ടെന്ന് അയാൾ വാദിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായ അയാൾ തന്നെ തെളിയിക്കട്ടെ.
അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നാൽ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങളിൽ നിന്ന് മുഴുവൻ ഒളിച്ചോടാനും രക്ഷപ്പെടാനും കഴിയുമെന്ന് അവന്തികയ്ക്ക് തോന്നുന്നുണ്ടോ? ഇതിൽ എനിക്ക് മാത്രം എന്താണ് മറുപടി തന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ റെക്കോർഡിന്റെ ഇതിൽ തന്നെയാണ് അയാൾ എനിക്ക് മറുപടി തന്നെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ള വ്യക്തികൾക്ക് ആർക്കും ഇയാൾ മറുപടി കൊടുത്തിട്ടുമില്ല. ഒരുപക്ഷെ അതൊരു ഗൂഢാലോചനയാണെങ്കിലോ മറ്റൊരു തന്ത്രമാണെങ്കിലോ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശരിയായിരിക്കും. കാരണം കാഠിന്യം കുറഞ്ഞ പരാതി താങ്കളുടേതാണ്. മറ്റേതൊക്കെ ഗർഭചിത്രമാണ്. അപ്പൊ ആ വിവാദങ്ങളിൽ നിന്ന് വാർത്ത തിരിച്ചുവിടാൻ അതിലെ ഏറ്റവും ലഘുവായ ഒരു ആരോപണം മുമ്പിൽ വെച്ച് നടത്തുന്ന ഒരു നീക്കമാണെങ്കിലോ? മറ്റുള്ളവർക്കൊരു ബാക്ക് സപ്പോർട്ടും ഉണ്ട്. ബിക്കോസ് എനിക്കൊരു ബാക്ക് സപ്പോർട്ട് ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഇവിടെ പോരാടുന്നത്. എനിക്കൊരു പാർട്ടിയുടെ സപ്പോർട്ട് ബാക്കിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി കഴിഞ്ഞ ദിവസം ഇതൊരു തുറന്നു പറച്ചിൽ എന്നോട് നടത്തിയതിലൂടെ ഞങ്ങളുടെ ചാനലിലൂടെ അത് തുറന്നു പറഞ്ഞതിലൂടെ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി നേരിടുന്ന സാഹചര്യം നിലവിലുണ്ടോ? നിരന്തരമായിട്ട് എനിക്ക് ഭീഷണികളാണ്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ എന്റെ ഫോട്ടോയും ചില മന്ത്രിമാരുടെ ഫോട്ടോയും ഞാൻ കൂടെയുള്ള ഫോട്ടോയും ചില നേതാക്കന്മാരുടെ കൂടെയുള്ള ഫോട്ടോയും എല്ലാം വെച്ചിട്ട് നിരന്തരമായി സൈബർ അറ്റാക്കിംഗ് ആയി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഫേക്ക് ഐഡിയകൾ ഉപയോഗിച്ച് എനിക്ക് മെസ്സേജുകൾ ഇഷ്ടം പോലെ മെസ്സേജ് റിക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു ഭാഗത്തുനിന്ന് കണ്ടില്ലെന്ന് നടിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് നിയമപരമായി ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് അവന്തികയാണ്? പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും നിയമ വഴിയിലേക്ക് നീങ്ങാൻ നിങ്ങൾ മടിക്കുന്നത്? നിയമപരമായി നേരിടാൻ എന്റെ കയ്യിൽ ടെലഗ്രാമിൽ അയച്ചിരിക്കുന്ന മെസ്സേജുകൾ വാനിഷ് മോഡിലാണ്. ആ മെസ്സേജുകൾ വീണ്ടെടുക്കാൻ എൻക്രിപ്റ്റഡ് ആണ്. വീണ്ടെടുക്കാൻ സാധിക്കാത്ത മെസ്സേജുകളാണ്. അതാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ബലം നൽകുന്നത്. അത് വീണ്ടെടുക്കാൻ സാധിക്കാത്ത കാലം ഞാൻ നിയമപരമായി പോയാലും ഞാൻ ഫെയിൽ ആവുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതിനിടയിൽ അവന്തികയുടെ ഫോണിലേക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവന്തികയുടെ ഫോണിലേക്ക് ലൈവിൽ തത്സമയ സംപ്രേഷണത്തിനിടയിൽ ഫോണിൽ വിളിച്ച് തുടർച്ചയായി വിളിച്ചത് എന്തിനായിരിക്കാം? അയാൾക്ക് ഭയമുണ്ടായിരിക്കാം. ഇനി അല്ല, തെളിവുകളില്ലെങ്കിൽ പിന്നെ ഭയക്കുന്നത് എന്തിനാണ്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. തെളിവുകളൊന്നും കൈവശമില്ല എങ്കിൽ അവന്തികയുടെ കൈവശം എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ. അയാൾക്ക് സ്വയമേ ബോധ്യമുണ്ടല്ലോ ഞാൻ ചെയ്തത് തെറ്റാനുള്ള ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് അയാൾ എന്നെ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ സൈബർ പോലീസിന്റെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ ചാറ്റുകളും അത് റിക്കവർ ചെയ്യാനുള്ള റിട്രൈവ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഭയന്നാണ് നിയമപരമായ വഴികളിലേക്ക് പോകാതിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ചോദ്യം ചെയ്യുന്ന ഒരു ആരോപണവുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ വിവാദങ്ങൾക്കിടയിൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. ഇതിൽ ഗൂഢാലോചന എന്ന് പറയുന്നത് ന്യായമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കുണ്ടായ അനുഭവമാണ്. ഈ റിപ്പോർട്ടർ ആദ്യം വിളിച്ച സമയത്ത് ഞാൻ നിഷേധിക്കുകയും പിന്നീട് വിളിച്ച ആ സെയിം റിപ്പോർട്ടർ അടുത്താണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ തുറന്ന് സംസാരിക്കുന്നത്. അതിൽ ഞാനും റിപ്പോർട്ടറും തമ്മിൽ അല്ല വേറെ ആരെങ്കിലും തമ്മിൽ ഗൂഢാലോചനയാണ് ഫലം വന്നില്ല. എന്റെ പുറകിൽ ആരും തന്നെ ഇല്ല എന്നുള്ള ഒരു ബലത്തിന്റെ പുറത്തായിരിക്കണം ഇയാൾ ഇത്തരത്തിൽ എനിക്ക് തന്നെ മറുപടി തന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പാലക്കാട് നിന്നുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കളുമായി അടക്കം താങ്കൾക്ക് അടുത്ത ബന്ധമുണ്ട്, വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലില്ലേ എന്നൊരു സംശയം കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്നവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടി എന്താണ്? എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇയാളിൽ നിന്ന് എനിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിലെങ്ങനെ ഗൂഢാലോചന എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഗൂഢാലോചന ആണെങ്കിൽ ഇയാൾ എന്തിനാ നിരന്തരം വന്ന ആ സമയത്ത് വിളിച്ചോണ്ടിരുന്നത്? അതും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ലൈവിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തും നിങ്ങൾ കണ്ടതാണ് എനിക്ക് കോൾ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഓഗസ്റ്റ് 1 അവന്തികയുമായി കോൺഫറൻസ് കോളിൽ അരുണിമ കണക്ട് ചെയ്തു തന്ന കോൺഫറൻസ് കോളിൽ ഞാൻ അവന്തികയുമായി ഫോണിൽ സംസാരിക്കുകയും അവന്തിക അങ്ങനെ ഒന്നും നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് ആരാണ് എന്നോട് ഇത് പറഞ്ഞതെന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഞാനത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഫോൺ വെച്ചതിന് ശേഷമാണ് അതിൻ്റെ റെക്കോർഡ് അവന്തിക തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ രാഹുൽ നിങ്ങൾക്ക് നൽകിയ മറുപടി എന്തായിരുന്നു?
രാഹുൽ എനിക്ക് നൽകിയ മറുപടി, എനിക്ക് ആ വോയിസ് റെക്കോർഡ്, ആ കോൾ റെക്കോർഡ് ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അത് അയച്ചു കൊടുത്തതിന് ശേഷം യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അതെന്തിനാണ് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് കൂടെ സ്റ്റാൻഡ് ചെയ്യാൻ പറഞ്ഞത്? അന്ന് ആരോപണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ ഭയന്നിരുന്നു ഈ രാഹുലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ എനിക്ക് നേരെ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. പിന്നീട് ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഇത് തുറന്ന് പറയാം, കൂടെ പിന്നിൽ ആരുമില്ല എങ്കിലും ഇത് തുറന്ന് പറയാം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയത് എപ്പോഴാണ്? ഉൾപ്പെടെ വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്ന് പറയാനായിട്ട് സമ്മതം മൂളിയത്. അപ്പൊ നിലവിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ആരോപണത്തെ, രാഹുൽ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ ആരോപണത്തോട് നിങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? നിയമവഴികൾ തേടുമോ അതോ മറ്റെന്തെങ്കിലും? നിഷേധിക്കുകയാണ്. ഇത് ഒരിക്കലും ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടുള്ളതല്ല. എനിക്കുണ്ടായ അനുഭവമാണ്. പേഴ്സണലി എനിക്ക് അറിയത്തുള്ളൂ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന്. ആ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ. യെസ്, അവന്തിക, ഒരു സംശയം കൂടി ഉണ്ടാകുന്നത്, ഇത് അവന്തിക ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ, അതായത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു പ്ലാറ്റ്ഫോമുകളിൽ പറഞ്ഞിരുന്നു? അന്ന് അരുണിമയും അമേയും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. അതെ. അവരെ അറിയിച്ചിരുന്നോ? അരുണിമയ്ക്ക് ഇതിനു മുന്നേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അരുണിമയുടെ അടുത്ത് വ്യക്തമായി സംസാരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ട് എന്നുള്ളത്. യെസ്, അതായത് പാർട്ടിയെ ഒഫീഷ്യലായോ അല്ലെങ്കിൽ അങ്ങനെ പാർട്ടിയെ അറിയിക്കണമോ അങ്ങനെയൊന്നുമുള്ള ഒരു... ഞാൻ ഒഫീഷ്യലായിട്ട് ആർക്കും തന്നെ ഞാൻ കംപ്ലൈന്റുകൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അവർക്ക് അറിയാമായിരുന്നു അല്ലേ സംഘടനാ സംവിധാനത്തിന്? അതെ. അങ്ങനെ ഇല്ലെങ്കിൽ എനിക്ക് അവർക്ക് വന്ന കോളാണ്. എനിക്ക് ഡയറക്ട്ലി ഒരിക്കലും റിപ്പോർട്ടർ കോള് വന്നതല്ല. യെസ്, അത് ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങൾ പ്രേക്ഷകരോടും പറയുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഈ സ്വാഭാവികമായും അവന്തികയ്ക്ക് ഇപ്പോഴും ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. തീർച്ചയായും അന്ന് ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ധൈര്യമായി ഇരിക്കുക എന്നത് തന്നെയാണ്. സൗഹൃദങ്ങളുണ്ട് എങ്കിൽ അതിനർത്ഥം ഒരാളെ എന്തും ചെയ്യാം എന്നുള്ളതല്ല. ഒരു പുരുഷൻ്റെ രതിവൈകൃതങ്ങൾക്ക് ഇരയാക്കപ്പെടേണ്ടവരൊന്നുമല്ല. അത് സ്ത്രീയാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും അവരുടെ സമ്മതമില്ലാത്തിടത്തോളം കാലം അവരെ നിർബന്ധിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈകൃതത്തിന് ഉപയോഗിക്കുകയോ ചെയ്യുക എന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇത്തരം പദവികൾ ഒക്കെ വഹിക്കുന്നവർ, ഉയർന്ന പൊസിഷനുകളിൽ ഇരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ശ്രമങ്ങളുണ്ടായാൽ, അനുഭവങ്ങളുണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക, ചെറുക്കുക എന്നതൊന്നും അങ്ങനെ എളുപ്പമുള്ള കാര്യവും അല്ല. എന്തായാലും വളരെയധികം നന്ദി അവന്തിക ഞങ്ങളോട് പ്രതികരിച്ചതിന്. അവന്തിക തന്നെ നേരിട്ട് ന്യൂസ് 18നോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനല്ല, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും താങ്കൾ പറയുന്ന ഈ ഗൂഢാലോചന ഇവിടെ പൊളിയുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടറോ ന്യൂസ് 18 ചാനലോ ഒന്നും ഈ ഗൂഢാലോചനയുടെ ഭാഗമല്ല. അത് താങ്കൾക്ക് ശേഷിയുണ്ടെങ്കിൽ തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുക കൂടിയാണ്. ഞങ്ങൾ ഇത്തരമൊരു വാർത്താ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റിനെയാണ് ബന്ധപ്പെട്ടത്. ആ ആക്ടിവിസ്റ്റ് മുഖേനയാണ് അവന്തിക എന്ന ട്രാൻസ്ജെൻഡറുമായി സംസാരിച്ചത്. ആ ഘട്ടത്തിൽ അത് നിഷേധിച്ചിരുന്നു അവന്തിക എന്ന് ഞങ്ങൾ ആർജവത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ ഓഗസ്റ്റ് 1 ഡാൻ കുര്യനുമായി സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നത് ഞങ്ങളും സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഓഗസ്റ്റ് 21 ഇതേ അവന്തിക തന്നെ, ഇപ്പോൾ സംസാരിച്ച അവന്തിക തന്നെയാണ് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയുന്നത്.